പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ് കേട്ടോ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലെത്തിച്ച ആദ്യ ഭക്തനായ പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികളുടെ പുണ്യചുവടുകൾ പിന്തുടരുന്ന 5ാം തലമുറയാണ് അവിടെയുള്ളത്. ജാതി മതഭേദമന്യേ എല്ലാ ഭക്തരുടെയും അഭയകേന്ദ്രമായി ഈ ക്ഷേത്രം മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായി തീർത്ഥാടനമായാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഇവിടെ എല്ലാവർക്കും അനുഗ്രഹവും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട്. ദുരിതങ്ങൾക്കിടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ശ്രീ മഹാദേവൻ്റെയും കൂലിവാക വേഷമണിഞ്ഞ പാർവതി ദേവിയുടെയും ദിവ്യസന്താനമായ ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ. ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹം ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുകയും പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും ദിവ്യപ്രകാശം ജീവിതത്തിൽ നിറയ്ക്കുകയും ചെയ്യും. ശ്രീനാരായണ ഗുരു ഇവിടെ സന്ദർശിച്ചപ്പോൾ ജാതി വേണ്ട, മതമില്ല, നന്മയാണ് എല്ലാം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ പിന്തുടർന്നു പോരുന്നു. ഇവിടെ ദൈവഹിതം അഭയം തേടുന്നവനോട് സ്ഥാനമോ ജാതിയോ മാനമോ മതമോ ചോദിക്കുന്നതിന് എതിരാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പരമഭക്തിക്കും സമ്പൂർണ്ണ സമർപ്പണത്തിനും പ്രാധാന്യം നൽകുന്നു. ഇവിടെ ദൈവവും ഭക്തരും ഒരുപോലെയാണ്. ശ്രീ ഭുവനേശ്വരി ദേവസ്ഥാനത്തിൻ്റെ രക്ഷാധികാരികളുടെയും പ്രധാന ദേവതയുടെയും കുടുംബദേവതയാണ്. ഈ ദേവതയുടെ ക്ഷേത്രം പ്രധാന ക്ഷേത്രത്തിൻ്റെ വലതുവശത്താണ്. പെരിങ്ങോട്ടുകര ഗ്രാമത്തെ സംരക്ഷിക്കാൻ വിഷ്ണുമായയുടെ വിഗ്രഹം സ്ഥാപിക്കാൻ വേലുവിന് ഉപദേശം നൽകിയതും ഈ ദേവതയാണ്. ഭുവനേശ്വരി എന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ ദേവത എന്നാണ് അർത്ഥം. ദേവി ഭുവനേശ്വരിയുടെ പ്രധാന ആഘോഷം തിരുവെള്ളാട്ടിന് ശേഷം നടത്തപ്പെടുന്നു. ഈ ഉത്സവം കളമെഴുത്തുപാട്ട് എന്നറിയപ്പെടുന്നു. ക്ഷേത്രം സന്ദർശിക്കാനുള്ള ഒരു പുണ്യ സന്ദർഭമാണിത്. മുൻ പൂജാരി ദാമോദരസ്വാമിയുടെ ശ്രീകോവിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിന് തെക്ക് വടക്കോട്ട് ദർശനമായി വിഷ്ണുമായയെ ദർശിക്കുന്നു. ദേവസ്ഥാനത്തെ പ്രധാന ഉപദേവതകളിൽ ഒന്നാണ് ഗണപതി. പ്രധാന ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വിശുദ്ധ കന്നിമൂലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായാണ് ഇവിടെ ഗണപതിയെ ആരാധിക്കുന്നത്. വിഷ്ണുമായ സ്വാമിയുടെ കൈലാസ സന്ദർശന വേളയിൽ ഗണപതിയും മുരുകനുമാണ് ശിവന്റെ വാസസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അനുഗമിച്ചത്. ഈ ക്ഷേത്രത്തിൽ കർക്കടക മാസത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ട് ഉൾപ്പെടെ ഗണപതി പൂജയും നടത്തുന്നു. ക്ഷേത്രത്തിനകത്ത് കയറിയാൽ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ ഭാഗവും എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഒരു വശത്ത് വിഷ്ണുമായ സ്വാമിയുടെ ജനനത്തെക്കുറിച്ചും മറ്റു കഥകളും മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. നാരദൻ ശ്രീകൃഷ്ണന് വിഷ്ണുമായ പുരാണം വിവരിച്ചു കൊടുക്കുന്നു. പള്ളിനായാട്ടിനെത്തിയ ശ്രീ മഹാദേവൻ മലയരാജാവിൻ്റെ മകൾ കൂളിവാകയെ കണ്ടു മോഹിക്കുന്നു. പരമേശ്വരനെ തിരിച്ചറിഞ്ഞ കൂളിവാക ഭഗവാനെ വണങ്ങുന്നു. ഭഗവാന്റെ ഇംഗിതമറിഞ്ഞ് ദുഃഖിതയായ കൂളിവാക ഇഷ്ടദേവതയായ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷപ്പെട്ട ദേവിയോട് കൂളിവാക സങ്കടമുണർത്തിക്കുന്നു. കൂലിവാകാരൂപം പൂണ്ട ശ്രീ പാർവതി ദേവി ഭഗവാന്റെ ആഗ്രഹനിവൃത്തിക്കായി ഊഞ്ഞാലിൽ സ്വയം മറന്നിരുന്നാടുന്നു. മായ കൂലിവാകയിൽ പരമശിവനുണ്ടായ പുത്രനാണ് ശ്രീ വിഷ്ണുമായ. തൻ്റെയും കളിക്കൂട്ടുകാരുടെയും വാസസ്ഥലമായ കൂളി കുന്തവനത്തിലെ ദുഷ്ടമൃഗങ്ങളെ വിഷ്ണുമായ കീഴ്പ്പെടുത്തുന്നു. ശൈവം, വൈഷ്ണവം, മായ എന്നീ 3 ശക്തികളും ഒന്നിച്ചുള്ള വിഷ്ണുമായ രൂപം കൂലിവാകയ്ക്ക് ദർശനം നൽകുന്നു. മഹിഷി മർദ്ദനത്തിന് ശേഷം അഹങ്കാരശമനം വന്ന മഹിഷി ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമസ്കരിക്കുന്നു. തൻ്റെ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനെത്തിയ കാട്ടുമക്കൾ പമ്പ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടപ്പോൾ വിഷ്ണുമായ സ്വാമി രക്ഷപ്പെടുത്തുന്നു. വിഷ്ണുമായ സ്വാമി തൻ്റെ പിറന്നാൾ ദിനത്തിൽ അമ്മമാരോടും ഋഷിമാരോടും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിനെ പോലും പരാജിതനാക്കിയ അതിശക്തനായ ജലന്ധരൻ എന്ന അസുരനെ ശ്രീ വിഷ്ണുമായ സ്വാമി ചക്രരൂപത്തിൽ വധിച്ച് പിന്നീട് മോക്ഷം നൽകി. തൻ്റെ ഭക്തനായ തുപ്രനെ ചതിച്ച തമ്പുരാന്റെ ഭവനം മായാരൂപം പൂണ്ട വിഷ്ണുമായ സ്വാമി അഗ്നിക്കിരയാക്കുന്നു. രാവണാദികളെ നിഗ്രഹിക്കാൻ വിഷ്ണുമായ സ്വാമി തേജസ് ഉൾക്കൊണ്ട ദിവ്യായുധം ശ്രീരാമന് അഗസ്ത്യ മഹർഷി നൽകുന്നു.
കൂളി കുന്തവനത്തിൽ തപസ്സു ചെയ്യുന്ന വേലുമുത്തപ്പനിൽ സംപ്രീതനായ ശ്രീ വിഷ്ണുമായ സ്വാമി ദർശനം നൽകി അനുഗ്രഹിക്കുന്നു. രാവണ നിഗ്രഹത്തിന് ശേഷം വില്ലും ശരവും ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരും ഋഷിമാരും വാനരസേനയും വണങ്ങുന്നു. കൈലാസത്തിൽ ശ്രീ പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഇരിക്കുന്ന ശ്രീ ഗണപതി, ശ്രീ അയ്യപ്പൻ, ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരെ കാണാൻ ചെന്ന ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നു. ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ തന്നെ കുറച്ച് നേരം എടുക്കട്ടെ. നമുക്ക് കണ്ടാലും മതി വരാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെത്. ഒരിക്കൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒരു തവണ കൂടി പോകാൻ തോന്നുന്ന ഒരിടം. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ശ്രീ വിഷ്ണുമായ സ്വാമിയെ തൊഴുത് പിന്നെയും തൊഴാൻ തോന്നുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ പോകാൻ പറ്റാവുന്നവർ ഒന്ന് പോയി കാണുക, സ്വാമിയെ സന്ദർശിച്ച് സ്വാമിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുക. ഞാൻ ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അതിൻ്റെ അമ്പലത്തിലെ ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ശ്രീ ഗണപതിയുടെ ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോവുക, സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുക, എന്നിട്ട് ക്ഷേത്രം എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ശ്രീ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ.